Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ന്യൂ മോഡൽ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ Canon Pixma G2020 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള കനോൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ ടെക്നീഷ്യൻ വന്നാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരും. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. മാത്രമല്ല, നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പിന്നെ വാറണ്ടി കവറേജോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ കിട്ടില്ല. അപ്പോൾ ആ റിസ്ക് എല്ലാം ഒഴിവാക്കുക. കഴിയുന്നതും ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. ഓക്കെ. ചെറിയ സ്പെസിഫിക്കേഷൻ ഈ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഇങ്കാണ് വേണ്ടത് എന്നുള്ള ഏകദേശം മൈലേജ്. ഈ മൈലേജ് ഒരു എസ്റ്റിമേറ്റ് ആണ്. അതിന് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഇവിടെ OS നമ്മൾ ഡ്രൈവർ സപ്പോർട്ട് ചെയ്യുന്ന OS ഏതൊക്കെയെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റായിട്ട് കാണുന്നത് പവർ കേബിളാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്നത് USB കേബിളാണ്. പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേബിൾ. ഇവിടെ ഇതിൻ്റെ ഡ്രൈവർ CD-യും യൂസർ മാനുവലും യൂസർ ഗൈഡും എല്ലാം ഉള്ളൊരു കിറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഈ യൂസർ മാനുവൽ. അതിൽ ഡ്രൈവർ CD ആണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അത് രണ്ടും മാറ്റി വെച്ചു. ഇനി 2 തെർമോകോപ്പീസുകൾ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴെ കാണാൻ സാധിക്കും പ്രിൻ്ററിൻ്റെ ഇങ്കും ഹെഡെല്ലാം. അതിനാദ്യം നമ്മൾ ഈ പ്രിൻ്റർ പുറത്തോട്ട് വെക്കണം. എങ്കിൽ മാത്രമേ അത് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രിൻ്റർ മാറ്റി വെച്ചു. ഇവിടെ കാണാൻ സാധിക്കും 4 ഇങ്ക് ബോട്ടിലും അതേപോലെ 2 ഹെഡും ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആൾക്കാരും നോട്ട് ചെയ്യാറില്ല. താഴെ ഭാഗത്തായതുകൊണ്ട് ബ്ലാക്ക് ഇങ്ക് അതേപോലെ സിയാൻ ഇങ്ക് അതേപോലെ 2 ഹെഡാണ് ഈ കാണുന്നത്. ഇത് ബ്ലാക്ക് ഹെഡ്, ഇപ്പുറത്തെ സൈഡിലുള്ളത് കളർ ഹെഡും പിന്നെ സിയാനും മജന്തിയും യെല്ലോ ഇങ്കാണ് ഈ കാണുന്നത്. അതിൻ്റെ 2 ബോട്ടിലാണ് ഈ സൈഡിലും. അങ്ങനെ 2 സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ പ്രിൻ്റർ. ഇതിൻ്റെ കവർ നമുക്ക് റിമൂവ് ചെയ്യാം. കവർ മാത്രം റിമൂവ് ചെയ്താൽ പോരാ. അതിൻ്റെ കൂടെ തന്നെ ഈ ഓറഞ്ച് സ്റ്റിക്കർ കണ്ടില്ലേ, ഈ ഓറഞ്ച് സ്റ്റിക്കറും മസ്റ്റായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. എന്നിട്ടും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. അതിന് ശേഷം 2 പ്രോസസ്സിംഗ് ഉണ്ട്. അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഈ ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. ഇവിടെ ഫ്രണ്ടിലില്ല, അതിൻ്റെ അകത്താണുള്ളത്. സൈഡിൽ നിന്ന് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ ടാങ്കിൻ്റെ അവിടെ കണ്ടില്ല, ജസ്റ്റ് ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യുക. അതേപോലെ ഈ വലിയ ഈ സ്റ്റിക്കറും അതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് പീസ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം മാറ്റി വെക്കണം. മാറ്റി വെക്കാതെ ഒരിക്കലും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്തു. ഇനി ഹെഡ് ഇൻസേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ അതിന് ശേഷം ഇങ്ക് റീഫില്ലിങ്ങും ചെയ്യണം. അതിനെല്ലാം ശേഷം മാത്രമേ പ്രിൻ്റർ പവർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഹെഡ് ഇൻസേർട്ട് ചെയ്യാം. 2 ഹെഡാണ് ഇതിന് വരുന്നത്, കളർ ഹെഡും ബ്ലാക്ക് ഹെഡും. C എന്നും B എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഹെഡാണ് ഉദ്ദേശിക്കുന്നത്. B എന്ന് പറഞ്ഞാൽ ബ്ലാക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ഹെഡാണ് വരുന്നത്. അങ്ങനെ 2 ഹെഡാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. അതിനാദ്യം നമ്മൾ ഈ സ്കാനർ മൊഡ്യൂൾ ഇതേപോലെ 45 ആംഗിളിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ കണ്ടില്ല, കാരേജ് യൂണിറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പുതിയ പ്രിൻ്ററാണ്. അതുകൊണ്ടാണ് ട്യൂബിലൊന്നും ഇങ്കില്ലാത്തത്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതേപോലെ കൊടുത്തത് കാണാൻ കഴിയും. C-B എന്ന രീതിയിൽ കാണാൻ കഴിയും. അപ്പോൾ C എന്നുള്ളതിൻ്റെ ഇതിൽ മാത്രം നമ്മൾ കളർ ഹെഡ് ഇൻസേർട്ട് ചെയ്യുക. ഒരിക്കലും കളർ ഹെഡ് കൊണ്ടുപോയാണ്ട് ബ്ലാക്കിൻ്റെ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലാക്ക് ഹെഡിൻ്റെ ഈ ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡുമായി 2 ഓറഞ്ച് സ്റ്റിക്കർ കാണാൻ കഴിയും. അത് മസ്റ്റായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. അല്ലാതെ ഒരിക്കലും അതിൽ ഇൻസേർട്ട് ചെയ്യരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനപ്പോൾ അത് ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തതായിട്ട് കാണാൻ കഴിയും നിങ്ങൾക്ക്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഒരിക്കലും ഇവിടെ ടച്ച് ചെയ്യുകയൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് ആ സ്ലോട്ടിലോട്ട്, ആ B എഴുതി അതേ സ്ലോട്ടിലോട്ട് തന്നെ അത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക. ജസ്റ്റ് ഇതേപോലെ വെച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൽ ഇൻസേർട്ട് ഫിറ്റായിട്ട് നിന്നോളും. ഇനി കളർ ഹെഡും അതേപോലെ നമുക്ക് ജസ്റ്റ് ബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നു. ആ 2 ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം.
ഒരിക്കലും ഈ സെൻസറിന് ടച്ച് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ആ ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ അതിൻ്റെ സ്ലോട്ടിലോട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ലോക്ക് ചെയ്തതിന് ശേഷം മുകളിലെ 2 ടോപ്പും ലോക്ക് ചെയ്യണം, ക്ലോസ് ചെയ്യണം. കണ്ടില്ലേ? എന്നിട്ട് ഈ സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. 71 സീരീസ് ഇങ്കാണ് ഇതിന് വരുന്നത്. അതേപോലെ തന്നെ കഴിയുന്നത് ഓൺലൈൻ പർച്ചേസ് വാങ്ങാതിരിക്കാൻ നോക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 4 കളറാണ് ഇതിന് വരുന്നത്. ബ്ലാക്ക്, സിയാൻ, മജന്ത, യെല്ലോ, അങ്ങനെ 4 കളറാണ് ഇതിന് വരുന്നത്. എല്ലാം 71 സീരീസ് ഇങ്ക് തന്നെ വാങ്ങണം. ഈ സ്കാനർ മൊഡ്യൂൾ ഇതേപോലെ 45 ആംഗിൾ ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, കളറിൻ്റെ ടാങ്കാണ് വരുന്നത്. അവിടെ 3 കളർ ടാങ്കും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ഒരു സിംഗിൾ ടാങ്കുമാണ് വരുന്നത്. ആദ്യം നമുക്ക് ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ബോട്ടിലിൻ്റെ ഇങ്കിൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പ് ഇതേപോലെ റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ടാങ്കിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, ഇതാ ഈ ടോപ്പ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ ബോട്ടിൽ ഇതേപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, കണ്ടില്ലേ, ഇങ്ക് ഫില്ലാവുന്നു. ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പുതിയ പ്രിൻ്ററാണ്, അതുകൊണ്ടാണ് ട്യൂബിലും ടാങ്കിലെല്ലാം ഇങ്ക് എംപ്റ്റി ആയിരിക്കുന്നത്. ഇവിടെ ഒരു ഡോട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്, ഒരു ആരോ മാർക്കൊക്കെ ഉള്ള. അതിൻ്റെ മുകളിലെത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ഒരിക്കലും അതിൻ്റെ താഴോട്ട് പോകാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ഇങ്ക് അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ എംപ്റ്റിയാണ്, കണ്ടില്ലേ. എന്നിട്ട് ആ ടാങ്കിൻ്റെ ടോപ്പ് ലോക്ക് ക്ലോസ് ചെയ്യാൻ വിട്ടു പോകരുത്. കണ്ട് ഇതേപോലെ ലോക്ക് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്കിനി കളർ ഇങ്കാണ് കഴിഞ്ഞതെങ്കിൽ കളർ ഇങ്ക് ഫില്ല് ചെയ്ത് സിമ്പിളാണ്. ഞാൻ ആദ്യം സിയാൻ ഇങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിയാനിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ബോട്ടിലിൻ്റെ മൂടി ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിൽ നമ്മൾ നേരത്തെ ബ്ലാക്ക് ഇങ്ക് ഒഴിച്ച് അതേപോലെ തന്നെ ജസ്റ്റ് ബോട്ടിൽ വെക്കുന്നു, അതേപോലെ ടാങ്കിലേക്ക് അതേപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ഓട്ടോമാറ്റിക് ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക്. ഒരിക്കലും പ്രിൻ്റർ ഇങ്ക് ലോ ലെവലാണെന്നുള്ള ഒരിക്കലും പ്രിൻ്റർ ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യില്ല. നമ്മൾ ഫിസിക്കലായിട്ട് ടാങ്കിൻ്റെ സ്റ്റാറ്റസ് നോക്കുക തന്നെ വേണം. അതിനാണ് കമ്പനി അവിടെ ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിയാൻ ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്. മജന്തൻ്റെ ഇങ്ക് നമുക്ക് ഫില്ല് ചെയ്യാം. അതിനു മുമ്പ് ഈ സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ലോക്ക് ചെയ്തു. എന്നിട്ട് മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തിട്ട് ആ ബോട്ടിൽ നേരത്തെ നമ്മൾ ഇങ്ക് സിയാനും ബ്ലാക്കും ഫില്ല് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ആ ബോട്ടിൽ എടുത്തുകൊണ്ട് ആ ടാങ്കിൻ്റെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ക് ഫില്ലാവുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. അങ്ങനെ മജന്ത ഇങ്കും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ മാറ്റി വെക്കുന്നു, ടാങ്കിൻ്റെ ടോപ്പ് ലോക്ക് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഇങ്കാണ്. യെല്ലോ ഇങ്കിൻ്റെ ബോട്ടിൽ ജസ്റ്റ് എടുത്തതിന് ശേഷം ബോട്ടിലെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. ടാങ്കിൻ്റെ ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്ക് ബോട്ടിൽ ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുന്നു. വളരെ സിമ്പിൾ മെത്തേഡാണ്. അങ്ങനെ യെല്ലോ ഇങ്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 ടാങ്കും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരേ സമയം 4 ടാങ്കും എംപ്റ്റി ആവില്ല, ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും ഓരോരോ ഇങ്കും കഴിയുന്നത്. ഇനി ജസ്റ്റ് ഇത് നേരത്തെ കണ്ട പോലെ ഈ സ്കാനർ മോഡ്യൂൾ ജസ്റ്റ് ക്ലോസ് ചെയ്യണം. ഇനി പവർ കേബിൾ മാത്രം കണക്ട് ചെയ്താണ് പ്രിൻ്റർ ഓൺ ആക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, USB കേബിൾ ഒരിക്കലും കണക്ട് ചെയ്യരുത്. കാരണം ഇനി നമുക്കൊരു പ്രോസസ്സും പാടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ പവർ കേബിൾ കണക്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് പ്രിൻ്റർ പവർ ഓൺ ചെയ്തു, ജസ്റ്റ് ഓൺ ചെയ്തു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിയോളം ഒന്ന് വെയിറ്റ് ചെയ്യുക.
അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തത്. യെസ് എന്നുള്ള കൺഫേം ചെയ്യുക. പിന്നെ ഇങ്ക് ഫില്ല് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അത് ജസ്റ്റ് യെസ് എന്നുള്ളത് കൊടുക്കുക. ഇനീഷ്യലൈസേഷൻ ഇങ്ക് സിസ്റ്റം, അതായത് ഈ പ്രോസസ്സ് ഒരു 5 മിനിറ്റോളം ഉണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ഒരിക്കലും പ്രിൻ്റർ പവർ ഓഫ് ആകാൻ പാടില്ല. കറണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് പ്രിൻ്റർ ഓഫ് ചെയ്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 3 മിനിറ്റും പാടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സെറ്റപ്പ് ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് ഓപ്പണായി വരുന്നതാണ്. കണ്ടില്ലേ, സെറ്റപ്പ് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ക് സിസ്റ്റം ഇനീഷ്യൽ ഇങ്ക് ചാർജിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് പേപ്പർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഈ ട്രയൽ നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. പേപ്പർ വെച്ചതിന് ശേഷം ആ ലിവർ അഡ്ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ 2 സൈഡും കറക്റ്റാക്കി വെച്ചതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേയിൽ ചെറിയൊരു കമാൻഡ് ചോദിക്കും. കണ്ടില്ലേ, പേപ്പർ ഇൻഫോർമേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്നത് ഏത് സൈസ് പേപ്പറാണ് എന്നുള്ളതാണ്. അത് ഏതാണോ എന്നുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ A4 എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിന് ശേഷം ഏത് ടൈപ്പ് പേപ്പർ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ പ്ലെയിൻ പേപ്പർ ഉണ്ട്, അതിൽ കുറേ പേപ്പറുകൾ കാണിക്കും. അതിൽ ഞാനിപ്പോൾ ട്രയൽ വെച്ചിട്ടുള്ളത് പ്ലെയിൻ പേപ്പറാണ്. അതുകൊണ്ട് പ്ലെയിൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് കൊടുത്തു. അപ്പോൾ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിൻറ്റ് ചെയ്തുകൊണ്ട് പേപ്പർ ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രിൻറ്റിംഗ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.